കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുന്നതിൽ രക്ഷകർത്താക്കൾക്കാണ് മുഖ്യ പങ്കുവഹിക്കാനുള്ളതെന്ന് മുൻ DGP ഋഷിരാജ് സിംഗ്. അമൃത യുവധർമ്മധാര ചങ്ങനാശ്ശേരി തുരുത്തി മാതാ അമൃതാനന്ദമയി മഠത്തിൽ സംഘടിപ്പിച്ച അമൃതോദയം 2025 യുവജന ശിബിരത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 ദിവസങ്ങളിലായി നടന്ന ശിബിരം വാവ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ലഹരി വിപത്തിനെതിരെ യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ അവബോധം സൃഷ്ടിക്കുക, പഠന തൊഴിൽ മേഖലകളിൽ ദിശാബോധം നൽകുക എന്നിവയ്ക്കൊപ്പം വ്യക്തിത്വ വികസനവും ലക്ഷ്യമിട്ടാണ് അമൃത യുവധർമ്മധാര ചങ്ങനാശ്ശേരി തുരുത്തി മാതാ അമൃതാനന്ദമയി മഠത്തിൽ അമൃതോദയം 2025 എന്ന പേരിൽ യുവജന ശിബിരം സംഘടിപ്പിച്ചത്. കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിൽ രക്ഷകർത്താക്കൾക്കാണ് മുഖ്യ പങ്കുവഹിക്കാനുള്ളതെന്ന് മുൻ എക്സൈസ് കമ്മീഷണറും മുൻ DGPയുമായ ഋഷിരാജ് സിംഗ് പറഞ്ഞു. രക്ഷിതാക്കൾ സ്വയം മാതൃകകളായി തീരുന്നതിനൊപ്പം ലഹരി വിപത്തിനെതിരെ കുട്ടികളെ ചെറുപ്പം മുതൽ ബോധവൽക്കരിക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിവസങ്ങളിലായി നടന്ന യുവജന ശിബിരത്തിന്റെ ഉദ്ഘാടനം വാവ സുരേഷ് നിർവഹിച്ചു. ചങ്ങനാശ്ശേരി മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമിനി നിഷ്ഠാമൃത പ്രാണ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കാസർഗോഡ് മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി വേദവേദ്യാമൃത ചൈതന്യ, ഐത്ത് സംസ്ഥാന കോർഡിനേറ്റർ മുരളീകൃഷ്ണൻ, ബ്രഹ്മചാരിമാരായ വിവേക്, രൂപേഷ്, ശിവാനന്ദ തുടങ്ങിയവർ വിവിധ ക്ലാസുകൾ നയിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 30ഓളം പേർ യുവജന ശിബിരത്തിൽ പങ്കെടുത്തു. ഞാൻ കുറെ ക്യാമ്പിന് പോയിട്ടുണ്ട്. എന്നാലും ഇതുപോലത്തെ ഒരു ക്യാമ്പ് ആദ്യമായിട്ടാണ്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അമൃത യുവധർമ്മധാര സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുവജന ശിബിരങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം.